ശബരിമല സന്നിധാനത്ത് നിന്ന് വൈഎസ് അഭിനന്ദ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. അഭിനന്ദ്, സന്നിധാനത്ത് എങ്ങനെയാണ്? മഴയുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് സന്നിധാനത്ത് അതിശക്തമായ മഴ ആരംഭിച്ചത്. ഇപ്പോൾ ഇടവിട്ടുള്ള മഴയാണുള്ളത്. ഇപ്പോൾ ഒരു ചെറിയ ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ ഒഴുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായും 2 നിയന്ത്രണങ്ങളാണ് ശബരിമലയെ സംബന്ധിച്ചോളം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, പമ്പ മുതൽ, അതായത് എരുമേലി മുതൽ പമ്പ വരെയുള്ള പരമ്പരാഗത കാനന പാതയിൽ ഒരറിയിപ്പുണ്ടാകുന്നത് വരെ തീർത്ഥാടകർ കാൽനടയായി സഞ്ചരിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ പമ്പ തീരത്തുൾപ്പെടെ വനത്തിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പമ്പ ഉൾപ്പെടെയുള്ള പത്തനംതിട്ട ജില്ലയിലെ നദികളിൽ ജലനിരപ്പ് ഉയരാനിടയായ സാഹചര്യത്തിൽ ഒരറിയിപ്പുണ്ടാകുന്നത് വരെ അയ്യപ്പ ഭക്തർ അവിടെ ഇറങ്ങി കുളിക്കരുതെന്നുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ ഭരണകൂടവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സന്നിധാനത്ത് ഇന്നലെ തുടരെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഒരു നേരിയ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ തീർത്ഥാടകരുടെ ഒഴുക്ക് സന്നിധാനത്ത് ഉണ്ട്. ഉന്മേഷ്, പമ്പയിൽ ഇറങ്ങരുത് എന്ന തീർത്ഥാടകർക്ക് മുന്നറിയിപ്പുണ്ട്. അതുകൂടി ഓർക്കുമല്ലോ. വൈഎസ് അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. മഴയും മൂടൽമഞ്ഞും ശക്തമായതോടെ സത്രം പുല്ലുമേട് കാനന പാത വഴി അയ്യപ്പ ഭക്തരെ കടത്തിവിടില്ല. ആവശ്യമുള്ള ഭക്തർക്ക് പമ്പയിലെത്താൻ KSRTC ബസ് ക്രമീകരിച്ചിട്ടുണ്ട്. രാഹുൽ വിജയനുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, വിശദാംശങ്ങൾ. ഉന്മേഷ്, രാവിലെ 7 മണി മുതലാണ് ഈ സത്രം കാനനപാത വഴി തീർത്ഥാടകരെ കടത്തിവിട്ടുകൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ കനത്ത മൂടൽമഞ്ഞ് കാരണം ആദ്യം പോയിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതുവഴി ഇന്ന് തീർത്ഥാടകരെ കടത്തിവിടണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. കനത്ത മൂടൽമഞ്ഞുമാണ്. അതുപോലെ തന്നെ മഴയും പെയ്യുന്നുണ്ട്. ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അത് റെസ്ക്യൂ പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നൊരു മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് വനം വകുപ്പ് പോയിരിക്കുന്നത്. മാത്രമല്ല 12 കിലോമീറ്റർ ദൂരമാണ് സത്രത്തിൽ നിന്ന് സന്നിധാനം വരെയുള്ളത്. അതുകൊണ്ടാണ് ഈ നിയന്ത്രണം നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.